ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അത് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗോ 2010. അതും ഇപ്പോഴും ഷോറൂം സർവീസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനം കേട്ടോ. 1,30,000 പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 1,05,000 നിലവിൽ ഓടിക്കുന്ന കിലോമീറ്റർ കേട്ടോ. വണ്ടി നോക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആൻഡ് നീറ്റ് കണ്ടീഷനിലുള്ള ആ കൊണ്ടുവരുന്നതിന്റെ ക്വാളിറ്റി വണ്ടിയിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ ടയറൊക്കെ നോക്കുമ്പോഴായാലും പുത്തൻ 4 ടയറുകളുണ്ട്. കോസ്റ്റ്ലി അലോയ്സ് കൊടുത്തിട്ടുള്ള വാഹനമാണ് കേട്ടോ. ഫ്രണ്ട് ലുക്കിൽ തന്നെ വണ്ടിക്ക് ആ ഒരു ഫ്രഷ്നസ് മൊത്തത്തിൽ നമുക്ക് കാണാനുണ്ട്. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും നല്ല മിറർ ഫിനിഷിംഗ് പെയിന്റിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയർ നോക്കുമ്പോഴായാലും ആ കമ്പനി സീറ്റ് കവർ അതിന്റെ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ മുഷിച്ചിൽ പോലും നമുക്ക് കാണാനില്ല കേട്ടോ. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റിങ്, ടൂഡോ പവർ വിൻഡോ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കൂടാണ്ട് ബാക്ക് വൈപ്പേഴ്സും വരുന്ന വാഹനമാണ്. SXi വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് വരുന്നത്. അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നല്ല വൃത്തി തന്നെ വണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. വിനൈൽ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല അതിൻ്റെതായിട്ടുള്ള രീതിക്ക് കൊണ്ടുവരുന്ന വാഹനമാണ് കേട്ടോ. ഡോറൊക്കെ നല്ല ഹെവി ഡോസ് ആണ്. ഇവിടെ നല്ല സിൽവർ ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോകും. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ നോക്കുമ്പോഴായി ഒരു സിംഗിൾ ഡെന്റോ സ്ക്രാച്ചോ നമുക്ക് കാണാനില്ല. അതുപോലെ സെൻസേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബാക്ക് വൈപ്പേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക് ഓൾറെഡി. അതൊക്കെ കമ്പനി ഇൻബിൽറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ സൈഡുകളിലേക്ക് പോകാം. ഈ സൈഡിൽ നോക്കുമ്പോഴായാലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല. അലോയ്സ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് നല്ല കോസ്റ്റ്ലി അലോയ്സ് ആണ്. വണ്ടിക്ക് ഒരു എക്സ്ട്രാ ഭംഗിയും ഒരു ബോൾഡ്നെസ് വണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ റൂം കാണിച്ചു തരാം കേട്ടോ. എഞ്ചിൻ റൂം കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ സർവീസ് ബുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിലെ ഹിസ്റ്ററിയുടെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സർവീസ് ബുക്ക് വരുന്നത്. ഇതിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററിയുടെ ഓരോ ടൈമിൽ സർവീസ് ചെയ്തതിന്റെ ബില്ലുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ റൂം കാണിച്ചു തരാം. എഞ്ചിൻ റൂം നോക്കുമ്പോഴായാലും നല്ല ഫ്രഷ് ആൻഡ് നീറ്റ് ആയിട്ടാണുള്ള പേസ്റ്റിങ്ങളൊക്കെ ആയാലും പക്ക പേസ്റ്റിംഗ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല. ബോണറ്റിനൊക്കെ പേസ്റ്റിംഗ് നോക്കി നമുക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ. വേറെ ഓയിൽ ലീക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ്. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തതിന്റെ ക്വാളിറ്റി വണ്ടിയിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മൈലേജിൽ കൂടിയിട്ടുള്ള ചെറിയൊരു വിലയുടെ ഡീസൽ വാഹനം, അതായത് ഒരു 10, 18 മുതൽ 22 വരെ മൈലേജ് ലഭിക്കേണ്ട ഈ ഫിഗോയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ നമുക്ക് ഡെയിലി യൂസ് ഒരു ബൈക്കിന്റെ ചെലവിൽ കൊണ്ടുനടക്കാൻ സാധിക്കും. അപ്പോൾ ഈ വാഹനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതും കൊടുക്കാനുള്ള വാഹനമാണ്. ഇതിന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.